തന്ത്രിയുടെ അറസ്റ്റ് വളരെയധികം ഞെട്ടലോടുകൂടിയാണ് പല ആൾക്കാരും അത് അംഗീകരിച്ചത് തന്നെ. ആദ്യം തന്നെ പറയാം, ശബരിമലയിൽ നിന്ന് ഒരു മൊട്ട് സൂചി കട്ടവനാണെങ്കിൽ പോലും അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ലഭിച്ചിരിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, തന്ത്രിയുടെ മേൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം തന്ത്രി മൗന അനുവാദം കൊടുത്തു, ആചാര ലംഘനം നടത്തി എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇവിടെ നിന്ന് കൊണ്ടുപോയ കട്ടളപ്പടി തിരിച്ചെത്താനുള്ളൊരു കാലതാമസം ഉണ്ടായി. അത് തന്ത്രി ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല. തിരിച്ചെത്തിയ കട്ടളപ്പള്ളിയിലുള്ള ഒരു തൂക്ക വ്യത്യാസം ഉണ്ടായിരുന്നു. ആ തൂക്ക വ്യത്യാസവും ദേവസ്വം ബോർഡിനെ തന്ത്രി അറിയിച്ചില്ല. അങ്ങനെ ഒരുപാട് ഗുരുതര ആരോപണങ്ങൾ തന്ത്രിയുടെ മേലുണ്ട്. അപ്പോൾ ദേവൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം നമ്മൾ കൊടുക്കുന്ന വ്യക്തി തന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടായാൽ തന്ത്രിക്ക് അർഹമായിട്ടുള്ള ശിക്ഷ കിട്ടണം. പക്ഷേ സാധാരണക്കാരെന്ന നിലയിൽ നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ മുന്നിലും ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ സംശയങ്ങൾ നമുക്ക് ആവശ്യമാണെങ്കിൽ അത് ഉന്നയിക്കാവുന്നതാണ്. അതായത് ഈ ശബരിമലയിലുള്ള ഈ സ്വർണ്ണ വിഗ്രഹങ്ങൾ, തങ്ക ആഭരണങ്ങൾ, അവിടെയുള്ള ട്രാൻസാക്ഷൻസ്, ഇതിലെല്ലാമുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം അതായത് അവിടുത്തെ ഭരണസമിതിക്കാണ്. അതായത് ദേവസ്വം ബോർഡ് കമ്മിറ്റി. ഈ ദേവസ്വം ബോർഡ് കമ്മിറ്റിയാണ് ആദ്യം തന്നെ ഈ കട്ടളപ്പാളി ചെമ്പാണെന്നുള്ളത് പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ അതിലുള്ള 3 അംഗങ്ങൾ, അതായത് പത്മകുമാർ, വിജയകുമാർ, ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിൽ മൂന്നാമതൊരാളുണ്ട്. ആ മൂന്നാമൻ എവിടെ? അതായത് ശങ്കർദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യമാണ്. അതുമാത്രമല്ല, അവിടെ നിന്ന് തിരിച്ചെത്തുന്ന കട്ടളപ്പാളി അതിൻ്റെ തൂക്കം നോക്കി അത് വെരിഫൈ ചെയ്യാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ ദേവസ്വം ബോർഡ് കമ്മിറ്റിക്കല്ലേ? എന്തുകൊണ്ട് അവരതും ചെയ്തില്ല? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഉള്ളിൽ എന്നും ഒരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ചോദ്യം വീണ്ടും ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം പല കൊമ്പന്മാരും ഇതിൻ്റെ പുറകിലുണ്ടെന്നല്ലേ? അപ്പോൾ താമസിക്കാതെ പല കൊമ്പന്മാരും പിടിയിലാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിക്കാൻ പാവപ്പെട്ട ജനങ്ങളായ നമ്മുടെ ജീവിതം ഇനിയും ബാക്കിയാണ് കേട്ടോ.